നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാര മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷം റഷ്യയുടെ സഖ്യകക്ഷിയായിരുന്ന ബഷർ അൽ അസാദിനെ പുറത്താക്കി ഷാര അധികാരമേറ്റെടുത്ത ശേഷം പുടിനും ഷാരയുമായി നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. സിറിയയുടെ പുതിയ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കാനും രാജ്യത്തെ തങ്ങളുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കാനുമുള്ള റഷ്യയുടെ താൽപര്യം കൂടി ഈ കൂടിക്കാഴ്ച അടിവരയിടുന്നു. ചരിത്രപരമായി ശത്രുപക്ഷത്ത് നിന്നിരുന്നവർ ഒരു വർഷത്തിനിപ്പുറം സംഭാഷണത്തിനായി ഒരുമിച്ചെന്നത് ശ്രദ്ധേയമാണ്. മുൻപ് അസദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന റഷ്യൻ ജെറ്റുകൾ ഷാരയുടെ വിമതസേനയ്ക്ക് നേരെ ആക്രമണങ്ങളും നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും പൊതുവായ താൽപര്യങ്ങൾ സംബന്ധിച്ച പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. മോസ്കോയും ഡമാസ്കസും തമ്മിൽ മുമ്പ് ഒപ്പുവെച്ച എല്ലാ കരാറുകളെയും തന്റെ സർക്കാർ മാനിക്കുമെന്ന് ഷാര പുടിന് ഉറപ്പു നൽകി. ഇത് സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങൾ, അതായത് ടാർട്ടസിലെ നാവിക താവളവും ഫെമിമിലെ വ്യോമത്താവളവും സുരക്ഷിതമായി നിലനിർത്താൻ റഷ്യയെ അനുവദിക്കും എന്ന സൂചന നൽകുന്നു. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിനെ റഷ്യയിൽ നിന്ന് കൈമാറാൻ ഷാര ഔപചാരികമായി ആവശ്യപ്പെടുമെന്ന് സിറിയൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട്. അസദ് ഇപ്പോൾ റഷ്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്. സിറിയൻ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും റഷ്യയുടെ സഹായം തേടാൻ ഷാര ആഗ്രഹിക്കുന്നു. റഷ്യയുമായുള്ള ബന്ധം പുതുക്കാനും സിറിയയുടെ പരമാധികാരവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന രീതിയിൽ പുതിയ ബന്ധത്തിന് രൂപം നൽകാനുമാണ് താൻ ശ്രമിക്കുന്നതെന്ന് ഷാര വ്യക്തമാക്കി. വർഷങ്ങളോളം അസദിന് ശക്തമായ സൈനിക പിന്തുണ നൽകിയിരുന്ന റഷ്യ സിറിയയിലെ പുതിയ ഭരണ നേതൃത്വവുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. സിറിയൻ തീരത്തുള്ള തങ്ങളുടെ തന്ത്രപരമായ സൈനിക താവളങ്ങൾ നിലനിർത്താൻ റഷ്യയ്ക്ക് അത്യാവശ്യമാണിത്. അതേസമയം മുൻപ് ഒരു ജിഹാദി നേതാവായിരുന്ന ഷാര ഈ മോസ്കോ സന്ദർശനത്തിലൂടെ തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും കൂടുതൽ മിതവാദപരവും ഭരണക്ഷമവുമായ പ്രതിച്ഛായ ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കാനും ശ്രമിക്കുന്നു. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാനുള്ള ഒരു പ്രതിരോധ ശക്തിയായി റഷ്യയെ സിറിയ കണ്ടേക്കാം എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ പൊതുവായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ താൽപര്യമുണ്ട് എന്ന വസ്തുതയാണ് ഈ മുൻ ശത്രുക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ പ്രധാന രാഷ്ട്രീയം.